ഹായ് ഓൾ, വെൽക്കം ടു എസ് വി കുക്കിങ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഓണം വിഷു ഒക്കെ വരികയാണ്. അപ്പോൾ ഞാൻ കുറേ നാളുടെ ബ്രേക്കിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ടൈമില്ലാത്ത കാരണം അങ്ങനെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെരുന്നാളും വിഷുവും അതുപോലെ ഈസ്റ്ററൊക്കെ വരികയാണ്. അപ്പോൾ എന്താ പറയുക, നോമ്പൊക്കെ വരുന്ന സമയത്ത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടിയൊക്കെ ബാലൻസ് ആയിട്ട് പോകുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കൻ സോട്ടി റെസിപ്പിയാണെന്ന് പറയാം. ഒരു ഗോവൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. വെറൈറ്റി ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടേ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അതിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് കൊത്തമല്ലി ഉണ്ടല്ലോ, നമ്മുടെ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം മല്ലി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മല്ലി ചെറുതായിട്ടിങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാം. അതിങ്ങനെ തെറിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് മല്ലി ഒന്ന് റോസ്റ്റായി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഗ്രാമ്പൂൻ്റെ 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. അതുപോലെ ഏലക്കായ 2-3 ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 3-4 പീസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇത്രയും ഇട്ട് കൊടുക്കാം. അതും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല വറ്റൽമുളക് അല്ലെങ്കിൽ പിരിയൻ മുളകുണ്ടല്ലോ, അത് ഏത് വേണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അതെന്ന് വെച്ചാൽ നമുക്ക് എരിവിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ടേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ വറുത്തരയ്ക്കണ പോലെയല്ല ഇതിനകത്തോട്ട്. ഇത് തേങ്ങ ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല. ബ്രൗൺ ഷെയ്ഡ് ആവണതിന് മുന്നേ തന്നെ നമുക്ക് ഇത് കോരി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള, നമ്മുടെ വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് എന്താ പറയുക ഉതിർത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാളയും ഇതിനകത്ത് കിടന്ന് ഒന്ന് വഴന്ന് വരണം. അത് ഞാൻ കൈ കൊണ്ട് ഇതുപോലെ ചെയ്യുന്ന കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ആക്ച്വലി ഈ ഒരു റെസിപ്പിയിൽ ഇല്ലാത്തൊരു സംഭവം കേട്ടോ. ഇത് ഞാൻ തന്നെ ആഡ് ചെയ്തതാണ് കറിവേപ്പില. നമുക്ക് ഈ തവി വെച്ചിട്ടൊന്ന് ഈ സവാളയൊക്കെ ഇങ്ങനെ ഉതിരാത്ത സവാളയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഉടർന്നു വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ആദ്യം നമ്മൾ മല്ലിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറവായിട്ടുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്തെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ബ്രൗൺ ആയിട്ടില്ല, എന്നാൽ ബ്രൗൺ ആയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞും വന്നിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിൽ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ചൊന്ന് തണ്ണി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യണതിന് പകരം ആദ്യം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ട് അരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാൻ സെയിം പാൻ തന്നെയാണ് എടുക്കുന്നത്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതുപോലെ 2 സവാള മീഡിയം സൈസുള്ളത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വഴറ്റി എടുക്കുക. ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയും തക്കാളിയും സവാള നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ തക്കാളിയും സവാളയും കൂടി വീണ്ടും ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതിൽ കൂടുതൽ ഒരു വെള്ളത്തിൻ്റെ അംശം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ചിക്കനും ഈ സവാളയും കൂടിയിട്ട് അതിനകത്ത് വേറെ അധികം മസാലയൊന്നും നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാളയും ഇതൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ച് ഒരു 5 മിനിറ്റോളം മൂടി ഇത് വേവിക്കും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഒരുപാട് വെന്തിട്ടൊന്നുമില്ല, ചെറിയൊരു തിള വന്നിട്ടേ ഉള്ളൂ. നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ അരപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരപ്പിനകത്ത് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ഈ അരപ്പും ആ ചിക്കനും കൂടി നല്ലൊരു ടേസ്റ്റ് പരുവത്തിലാവണം. അതുപോലെ നമുക്കൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി വേണം. അതും കൂടി നിങ്ങൾ ഈ ഒരു സമയമാകുമ്പം എടുത്ത് വയ്ക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടിങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പിലും കുറവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഫ്രഷ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറേ നേരമൊന്നും ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ല നല്ല റോസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചാറ് പോലെയാണ് ആക്കിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കഴിക്കാനായിട്ട് കുറച്ച് ചാറ് വേണം. ആ ഒരു രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചാറ് കുറവാണ് വേണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുറച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ ചിക്കൻ സ്കോട്ടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊറോട്ടയുടെ കൂടെയാണ് ഈ ഒരു കറി സെർവ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ടെസ്റ്ററെ ഒന്ന് വിളിക്കാം. Super.